പശുക്കളിലെ ആന്റിബയോട്ടിക് ഉപയോഗവും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിലെ ഡോക്ടർ അപർണ ഡിയും ഡോക്ടർ ഷാരി പ്രഭയുമാണ്. ഡോക്ടർ അപർണ ഡിയും ഡോക്ടർ ഷാരി പ്രഭയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ അപർണ, താങ്കളിൽ നിന്ന് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു വാരാചരണം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. മാനവരാശിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു പൊതുജനാരോഗ്യ പ്രശ്നം തന്നെയാണിത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും നവംബർ 18 മുതൽ നവംബർ 24 വരെ AMR അവബോധ വാരാചരണം നടത്തുന്നത്. അത് പൊതുജനങ്ങളുടെ ഇടയിലാണെങ്കിൽ തന്നെയും മൃഗചികിത്സകർ, അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർ, കർഷകർ, എല്ലാവരിലും ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഈ ഒരു വാരാചരണത്തിൻ്റെ പ്രാധാന്യം. ഈ പ്രാവശ്യത്തെ നമ്മുടെ ഒരു തീമുണ്ട്, ഇപ്പോൾ പ്രവർത്തിക്കുക, ഇന്നിനെ സംരക്ഷിക്കുക, നാളെയെ സുരക്ഷിതമാക്കുക. ഇതാണ് ഈ പ്രാവശ്യത്തെ ലോക AMR അവബോധ വാരാചരണത്തിൻ്റെ തീം. ചോദ്യം ഇവിടെ വരുന്നത് ഈ ഒരു ആന്റി മൈക്രോബിയൽ ഇതെന്തുവാണ് ഡോക്ടർ ഷാരി പ്രഭ? ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുന്നത് ബാക്ടീരിയകൾ, വൈറസുകൾ, പരാതങ്ങൾ, പൂപ്പൽ, പ്രോട്ടോസോവ തുടങ്ങിയ സൂക്ഷ്മാണുക്കൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെ പൊതുവിൽ പറയുന്ന പേരാണ്. മൈക്രോബ്സിന്റെ അഗെയിൻസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുന്നത്. ഈ മരുന്നുകൾക്കെതിരെ ഈ രോഗാണുക്കൾ തന്നെ ആർജിക്കുന്ന പ്രതിരോധത്തെയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ ആൻറ്റി മൈക്രോബിയൽ പ്രതിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും സംഭവിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം നിമിത്തമാണ്. ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ ബാക്ടീരിയൽ അണുക്കൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇങ്ങനെ രോഗാണുക്കൾ പ്രതിരോധം ആർജിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ഫലപ്രദമാവുകയില്ല. അത് തന്നെയായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത്. ആൻറ്റിബയോട്ടിക്സ് ഫലപ്രദം ആവാത്ത ഒരവസ്ഥ വന്നാൽ അത് എത്ര വലിയൊരു പ്രശ്നമായിരിക്കും, അല്ലെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യമായി ഒരു ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുന്നത് 1922 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കാണ് ആദ്യം കണ്ടെത്തുന്നത്. ഈ 1928 ഈ ഒരു ആന്റിബയോട്ടിക് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 12 വർഷം കഴിഞ്ഞപ്പോൾ 1940 ആയപ്പോഴേക്കും ഈ മരുന്നിനെതിരെ റെസിസ്റ്റൻസ് ഉള്ളതായി കണ്ടെത്തി. ശരിക്കും പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ഈ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ആ ഒരു ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം കൊണ്ട് തന്നെയാണ് പകർച്ചവ്യാധികളിൽ നിന്നുള്ള മരണങ്ങൾ ഒഴിവാക്കാനും രോഗങ്ങളെ നിയന്ത്രിക്കുവാനും കഴിഞ്ഞ നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ നമുക്ക് കഴിഞ്ഞതും. അതിൻ്റെ ഒരു ഗുണത്തിലാണ് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഈ പകർച്ചവ്യാധികളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം, കലശലായ ഒരു പ്രശ്നം, ലോകത്തെമ്പാടും ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദ്രുതഗതിയിൽ ഈ ഒരു ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രശ്നത്തിനെ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ WHO കണക്ക് പ്രകാരം 2050 ഏതാണ്ട് 10 ദശലക്ഷം ആളുകൾ ഒരു വർഷം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് മാത്രം മരണം അടയുമെന്നാണ് പറയുന്നത്. മനുഷ്യരുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 2019 ഒരു കണക്കെടുത്തപ്പോൾ ഏതാണ്ട് 1.25 ദശലക്ഷം ആളുകൾ ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് മാത്രം മരണപ്പെട്ടു എന്നാണ് കണക്കാകുന്നത്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാരണങ്ങൾ കൊണ്ട് ഏതാണ്ട് 4-5 ദശലക്ഷം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് 2019. അത്ര ഭീകരമായ ഒരു പ്രശ്നമാണ്. ഇതിനെ നമ്മളൊരു സൈലന്റ് പാൻഡമിക് എന്നാണ് പറയുന്നത്, നിശബ്ദ മഹാമാരി. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഞാൻ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഇറസ്പോൺസിബിൾ വേയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം ഈ മൈക്രോബിയൽസ്, ബാക്ടീരിയ ആവട്ടെ, ഇതിൻ്റെ അകത്ത് പ്രതിരോധം വരുന്നെന്ന് പറഞ്ഞാൽ ആ മരുന്ന് പിന്നെ ഫലിക്കത്തില്ല. അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് പല രോഗങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഇപ്പോൾ മൃഗസംരക്ഷണ മേഖലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചികിത്സ ഫലവത്താവുന്നില്ല എന്ന് വെച്ചാൽ പലപ്പോഴും മൃഗങ്ങളായാലും പക്ഷികളായാലും മരണം സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തുന്നത് ഉത്പാദനത്തിന് വേണ്ടിയാണ്, പാലിനും മുട്ടയ്ക്കും ഇറച്ചിക്കും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഉത്പാദനക്ഷമത കുറയുന്നു, അത് കർഷകർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിലും കടുത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റി മൈക്രോബിയൽ യൂസിൻ്റെ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് യൂസിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് നല്ല രീതിയിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ലോകരാജ്യങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ നമ്മളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ നമ്മളുണ്ട്. ഈ മൃഗസംരക്ഷണ മേഖലയിൽ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന ഒരു കാര്യം പറയുമ്പോൾ മൊത്തം ലോകരാജ്യങ്ങളിൽ 4-ാം സ്ഥാനത്താണ്
നമ്മളെ മൃഗസംരക്ഷണ മേഖലയിൽ ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം. അതാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു രീതി. അപ്പോൾ ഇത് കർഷകന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ രോഗചികിത്സ ബുദ്ധിമുട്ടാക്കി മാറ്റുന്നു, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗങ്ങളിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം വരുന്നത്. ഇപ്പോൾ നമ്മൾ മൃഗസംരക്ഷണ മേഖലയിൽ തന്നെ AMR അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പം ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? മൃഗസംരക്ഷണ മേഖലയിൽ AMRന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ പ്രധാനം അനാവശ്യവും അമിതവുമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം തന്നെയാണ്. മാത്രമല്ല വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശത്തിലല്ലാതെയുള്ള ചികിത്സയും ഇതിനൊരു കാരണമാണ്. സ്വയം ചികിത്സ നമ്മൾ ആവശ്യപ്രകാരം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി ഉപയോഗിക്കുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. മാത്രമല്ല കർഷകരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് വളർച്ച കൂടുന്നതിനും, അതായത് ഉൽപാദന വർധനവിനും രോഗപ്രതിരോധത്തിനുമായി അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ ദീർഘകാലം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവയുടെ ഇറച്ചി കഴിക്കുന്നത് വഴി ചെറിയ അളവിൽ ആന്റിബയോട്ടിക്കിന്റെ അംശം മനുഷ്യരിലും എത്തുന്നുണ്ട്. ഇത് ഇത്തരം ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ കാരണമായി തീരുന്നു. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പക്ഷിമൃഗാദികളെ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് അവയ്ക്ക് കൃത്യമായ തലവിസ്തീർണവും വായു സൗകര്യവുമുള്ള ആവാസവ്യവസ്ഥ ഒരുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദീർഘകാല ചികിത്സയിലേക്ക് ഇത് നയിക്കുകയും തുടർന്ന് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സൂപ്പർ ബഗ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ വേണം? നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള പദമാണ് സൂക്ഷ്മാണുക്കൾ എന്നുള്ളത്. അപ്പോൾ ഈ സൂക്ഷ്മാണുക്കൾ പലവിധ ജനിതകമാറ്റം കൊണ്ട് നിലവിലുള്ള ആന്റിബയോട്ടിക് ചികിത്സാ രീതികൾക്കെതിരെ പ്രതിരോധം ആർജിക്കുന്നു. ഇത് കാരണം തീവ്ര അണുബാധയും ഉയർന്ന മരണനിരക്കും ഉണ്ടാകുന്നു. ഇത്തരം ജനിതകമാറ്റം സംഭവിച്ച ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സൂക്ഷ്മാണുക്കളെയാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. അതായത് ആന്റിമൈക്രോബിയൽസിനെതിരെ പ്രതിരോധം ആർജിച്ച സൂക്ഷ്മാണുക്കളെ നമ്മൾ സൂപ്പർ ബഗ്ഗുകൾ എന്ന് പറയും. ഈ സൂപ്പർ ബഗ്ഗുകളുടെ അഗേൻസ്റ്റിൽ നമ്മളിപ്പം സാധാരണമായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ഒന്നും ഫലപ്രദമല്ല. അത് വെച്ച് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കത്തില്ല. ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് പറയുവാണെങ്കിൽ പല ക്ലാസസ് ഓഫ് ആന്റിബയോട്ടിക്സ് ഉണ്ട്. അപ്പം ഈ സൂപ്പർ ബഗ്ഗുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡിഫറെന്റ് ക്ലാസ്സിലുള്ള ഒരു ആന്റിബയോട്ടിക്കിനെ കൊണ്ട് നമുക്ക് ഈ രോഗാണുക്കളെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുകയില്ല. പലതരം രോഗാണുക്കൾ ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ക്ലെപ്സിയ പോലുള്ള രോഗാണുക്കൾ ഇവയൊക്കെ സൂപ്പർ ബഗ്ഗുകളായി മാറുന്നു. അവ ഉണ്ടാക്കുന്ന ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുകയില്ല. അതാണ് ആ ഒരു സൂപ്പർ ബഗ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൃഗസംരക്ഷണ മേഖലയിൽ ഈ AMR അല്ലെങ്കിൽ നമ്മുടെ ഈ ആന്റിമൈക്രോബിയൽ പ്രതിരോധത്തിനെ തടുത്ത് നിർത്താൻ വേണ്ടി കർഷകർ എന്തു ചെയ്യാൻ സാധിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആന്റിബയോട്ടിക്കുകളുടെ കരുതലോടുകൂടിയുള്ള ഉപയോഗമാണ്. കരുതി മാത്രം ഉപയോഗിക്കുക. ഇതൊരു അമൂല്യമായ ഒരു കാര്യമാണ്. 1928 ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചു. പക്ഷേ വളരെ വേഗതയിൽ നമ്മൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഈ രോഗാണുക്കൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ ഉള്ള പ്രതിരോധം വളരെ വേഗതയിൽ ആർജിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു 10-12 വർഷം കൊണ്ട് തന്നെ പെൻസിലിനെതിരെ പ്രതിരോധം ആർജിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊരു അമൂല്യ സ്വത്തായി തന്നെ കരുതണം. അതിനെ കരുതലോടുകൂടി തന്നെ ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്നൊരു പ്രവണത അത് മനുഷ്യരുടെ മരുന്നുകൾ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും മൃഗങ്ങളുടെ ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും കർഷകരാണെങ്കിലും നേരിട്ട് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി മരുന്നുകൾ വാങ്ങിക്കുന്നു. നേരിട്ട് തന്നെ പനിയാണ്, വയറ്റിളക്ക പ്രശ്നമാണ്, ന്യൂമോണിയ ആണെന്നൊക്കെ പറഞ്ഞ് ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ വെറ്റിനറി ഡോക്ടറുടെ ശുപാർശ അല്ലെങ്കിൽ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ. മൃഗങ്ങൾക്കാണെങ്കിലും പക്ഷികൾക്കാണെങ്കിലും അത് കൃത്യമായി അത് പാലിക്കേണ്ടതാണ്. അതുപോലെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും ക്രമത്തിലും കാലയളവിലും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കണം. ഡോസേജ് കംപ്ലീറ്റ് ആക്കണം. കാരണം വെച്ചാൽ ചിലപ്പോൾ 2 ദിവസം ആൻറ്റിബയോട്ടിക് എടുത്തു കഴിയുമ്പോഴത്തേക്ക് രോഗലക്ഷണങ്ങൾ കുറഞ്ഞെന്ന് വരാം. അപ്പോഴേക്കും ആൻറ്റിബയോട്ടിക്കുകൾ നിർത്തും. ഇനി ആവശ്യമില്ല വന്നാൽ അത് ആൻറ്റിബയോട്ടിക്കുകൾക്ക് വിലയുള്ളതാണ്. ഇപ്പം നമ്മളൊരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ 10-12 ഗുളിക ആവശ്യമായി വരും. ഇപ്പോൾ ഒരു 4 ഗുളിക കൊടുത്തു കഴിഞ്ഞിട്ട് ചികിത്സ അങ്ങ് നിർത്തും. അതൊരിക്കലും ചെയ്യരുത്. അത് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പോഷകാഹാരക്കുറവ്. നല്ല പോഷകാഹാരം കൊടുത്ത് വളർത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുക്കളിൽ പക്ഷികളായാലും മൃഗങ്ങളിലാണെങ്കിലും ഒക്കെ ആരോഗ്യത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് രോഗം വരാനുള്ള സാധ്യത അത് മനുഷ്യന്റെ കേസിലാണ് പ്രതിരോധശേഷി കുറയുന്നു. പ്രതിരോധശേഷി കുറയുമ്പോഴേക്കും രോഗാണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യത. രോഗാണുബാധ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ശുദ്ധജലവും വായു സഞ്ചാരവും ലഭിക്കുന്ന പാർപ്പിടം ഉറപ്പാക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ആനിമൽ പ്രോട്ടീനുള്ള
ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. നമുക്ക് പാല്, മുട്ട, ഇറച്ചി ഇതിനോടുള്ള ഡിമാൻഡ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു ഫാമിംഗ് രീതികളെന്ന് പറയുന്നത് ഇൻറ്റൻസീവാണ്. പണ്ട് നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു 4-5 കോഴിയെ വളർത്തുക, അല്ലെങ്കിൽ ഒരു 2 പശുവിനെ വളർത്തുക, ആ രീതിയിലുള്ള ഒരു കൃഷി രീതിയായിരുന്നു നമ്മൾ അവലംബിച്ച് വന്നിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. 50 പശുക്കളുള്ള ഫാമുകൾ, 100 കണക്കിന് പക്ഷികളുള്ള കോഴി ഫാമുകൾ, ഇതൊക്കെയാണ് ഇവിടെ. അധികം നമുക്ക് വളർത്താൻ സാധിക്കും അത്രയും ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഡിമാൻഡ് ഉണ്ട്. ആനിമൽ പ്രോട്ടീനുള്ള ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കൃഷി കൂടിയാലേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ കൂടുതൽ പക്ഷികളെയും കൂടുതൽ മൃഗങ്ങളെയും നമ്മൾ ഒരുമിച്ച് പാർപ്പിക്കുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള സ്ഥല സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവയെ സമ്മർദ്ദത്തിലേക്ക് പോകും. അവർ സ്ട്രെസ്സിലേക്ക് പോകണം. മനുഷ്യർക്ക് സ്ട്രെസ് വരുന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും എല്ലാം പക്ഷികൾക്കും എല്ലാം സ്ട്രെസ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോഴും സ്ട്രെസ്സിൽ വരുമ്പോഴും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരും. പിന്നെ ഈ ഭക്ഷ്യജന്യ രോഗങ്ങൾ അവ ഒഴിവാക്കുന്നതിന് വേണ്ടി പാലായാലും മുട്ടയായാലും ഇറച്ചിയായാലും കൃത്യമായി നല്ല രീതിയിൽ പാകം ചെയ്ത് മാത്രം ഉപയോഗിക്കണം. കാരണം ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളതിലൊക്കെ പല ബാക്ടീരിയകളും നിലനിൽക്കും. നമ്മൾ 1 സൈഡ് ബുൾസൈ അടിക്കുക, 1 സൈഡ് ഓംലെറ്റ് കഴിക്കുക, അങ്ങനെയുള്ള പ്രവണതകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം കൃത്യമായ ആ ഒരു ആവശ്യത്തിനുള്ള ടെമ്പറേച്ചറിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ചില ബാക്ടീരിയകൾ നശിക്കാതെ പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ, ആ ഒരു ഭക്ഷ്യജന്യ രോഗബാധകൾ മനുഷ്യരിലേക്ക് വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് കൃത്യമായ വെള്ളമാണെങ്കിലും പാലാണെങ്കിലും ഇറച്ചിയാണെങ്കിലും എല്ലാം നന്നായി തിളപ്പിച്ചോ പാകം ചെയ്തു മാത്രം ഉപയോഗിക്കുക. പിന്നെ വാക്സിനുകൾ ലഭ്യമായ എല്ലാ രോഗങ്ങൾക്കും കൃത്യമായ ഇടവേളകളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക. ഇപ്പോൾ മിക്കവാറുമുള്ള വൈറസ് ഡിസീസുകൾക്കും കുറച്ച് ബാക്ടീരിയ രോഗങ്ങൾക്കും ഒക്കെ നമ്മൾ നമ്മുടെ നാട്ടിലെ മൃഗങ്ങൾക്കിടയിൽ വാക്സിനേഷൻ നടത്തുന്നുണ്ട്. അത് കൃത്യമായി എടുക്കുക. നമുക്ക് പ്രതിരോധിക്കാൻ ഉപയോഗിക്കേണ്ട സാധനമാണ് വാക്സിൻ. അതായത് പ്രിവെൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന, മുന്നേ ഉപയോഗിക്കുന്നതാണ് വാക്സിൻ. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്തെന്ന് വെച്ചാൽ പ്രതിരോധത്തിന് വേണ്ടിയും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നു. ഇപ്പം അടുത്ത വീട്ടിലെ കോഴി ഫാമിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ നമ്മുടെ വീട്ടിലും അങ്ങ് തുടങ്ങും. അതൊരിക്കലും പ്രിവെൻഷന് വേണ്ടി ഉപയോഗിക്കാനല്ല, അതായത് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല ആൻറ്റിബയോട്ടിക്കുകൾ. പ്രതിരോധത്തിന് വേണ്ടി വാക്സിനുകൾ ലഭ്യമാണെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഈ മൃഗങ്ങൾക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പം കർഷകർ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രധാനമായുള്ളത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് വിൽപ്പനശാലയിൽ നിന്നും ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി സ്വയം ചികിത്സിക്കുന്നത് ഒഴിവാക്കലാണ്. മാത്രമല്ല ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ കൂടുതലോ കുറവോ അളവിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ നൽകുകയും ചെയ്യരുത്. ചികിത്സയിലിരിക്കുന്ന പക്ഷിമൃഗാദികളുടെ പാൽ, മുട്ട, ഇറച്ചി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിഷ്കർഷിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. അതായത് ഈ കാലയളവിന് വിഡ്രോവൽ പീരീഡ് എന്ന് പറയും. ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ വിഡ്രോവൽ പീരീഡ് കഴിഞ്ഞ് മാത്രമേ അവയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഉപയോഗശേഷം ബാക്കി വരുന്നതും കാലാവധി കഴിഞ്ഞതുമായ ആൻറ്റിബയോട്ടിക്കുകൾ കിണറ്റിലോ ജലാശയങ്ങളിലോ മണ്ണിലോ വലിച്ചെറിയരുത്. രോഗം വരാതിരിക്കുന്നതിനും വളർച്ച കൂടുന്നതിനും വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നതിന് അതും ചെയ്യരുത്. പടർന്നു പിടിക്കുന്ന വൈറസ് രോഗങ്ങളായ കുളമ്പ് രോഗം തുടങ്ങിയവയ്ക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത് ഒഴിവാക്കണം. കാരണം ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയൽ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ളവയാണ്. അതിനാൽ വൈറസ് രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമാവുകയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തായാലും കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ അപർണ, താങ്കൾ ഇപ്പം സൂചിപ്പിച്ചായിരുന്നു ഈ കോഴി ഫാമുകളിൽ AMR അധികമായിട്ട് തന്നെ കാണുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ബ്രോയിലർ ഫാമുകളും ഉണ്ട്, അതുപോലെ തന്നെ മുട്ടക്കോഴി വളർത്തുന്ന ഫാമുകളും. ബ്രോയിലർ ഫാമുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ വെയിറ്റ്, തൂക്കം ആർജിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 40-45 ദിവസം കൊണ്ട് തന്നെ ആ ഒരു വെയിറ്റിൽ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സായിട്ട് വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പം മുട്ടക്കോഴി വളർത്തലിലാണെങ്കിൽ പോലും ആദ്യത്തെ ദിവസം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് തുടങ്ങുമ്പം തന്നെ കുറച്ച് മരണം കാണും. കാരണം അതിനെ ഒരു ദൂര സ്ഥലത്ത് നിന്ന് നമ്മൾ ആ ഒരു ഫാമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ആദ്യത്തെ ഒരാഴ്ച കുറച്ച് മരണനിരക്ക് കൂടുതലായിരിക്കും. ആ ഒരു മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഒരു പ്രവണത പൗൾട്രി ഫാമുകളിൽ, കോഴി വളർത്തൽ മേഖലയിൽ അതുണ്ട്. അത് ശരിക്കും ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ വളർത്തുന്നത്, അപ്പോഴും രോഗം വരാനുള്ള സാധ്യതയും ആൻറ്റിമൈക്രോബിയൽസ് യൂസ് ചെയ്യേണ്ട സാഹചര്യവും കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൗൾട്രി ഫാമുകളിൽ ഇത് വ്യാപകമാവും. ഒന്ന് ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് യൂസ് ചെയ്യാം, വളർച്ച കൂട്ടുന്നതിനായി ഉപയോഗിക്കുക. മറ്റൊന്ന് രോഗം വരാതിരിക്കാൻ, പ്രിവെൻഷൻ, നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്, പ്രതിരോധിക്കുവാൻ വേണ്ടി. ഇത് രണ്ടുമാണ് ഈ ഒരു AMR കോഴി ഫാമുകളിൽ വ്യാപകമാണ് എന്ന് പറയുന്നതിന് ഒരു കാരണം. ഡോക്ടർ ഷാരി പ്രഭ സൂചിപ്പിച്ചായിരുന്നു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നല്ലതായിട്ട് തന്നെ നമുക്കത് ഡിസ്പോസ് ചെയ്യേണ്ടതിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? കർഷകർ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്?
കൃത്യമായ മാലിന്യ സംസ്കരണം എന്നത് AMRനെതിരെ നമ്മൾ എടുക്കുന്ന ഏകാരോഗ്യം എന്ന പ്രതിജ്ഞയുടെ ഒരു സുപ്രധാന ഭാഗമാണ്. കാരണം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കാലാഹരണപ്പെട്ടതോ ഉപയോഗിക്കാത്തതോ ആയ മരുന്നുകൾ മരുന്ന് വിതരണ ഏജൻസികൾക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അവ തിരിച്ചെടുക്കുന്ന പദ്ധതികളുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്തരം സംവിധാനങ്ങൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കുപ്പികൾ, സിറിഞ്ചുകൾ, സൂചികൾ എന്നിവ ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ അനുസരിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഈ കുപ്പികളും പാത്രങ്ങളും ശേഖരിച്ച് അടച്ച് മറ്റു മാലിന്യങ്ങളുമായി കൂട്ടിക്കലർത്താതെ പ്രത്യേകം നീക്കം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശാസ്ത്രീയമായി നമുക്ക് ഈ മാലിന്യങ്ങളെ സംസ്കരിക്കാം. ഡോക്ടർ അപർണ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസ് ഈ AMRും ഇതേമാതിരിയുള്ള കാര്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ മൃഗസംരക്ഷണ മേഖലയിൽ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വിവിധ ലാബുകളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വിവിധ രോഗാണുക്കളെ കണ്ടെത്തുവാനും അതുപോലെ തന്നെ അവയ്ക്ക് ഫലപ്രദമായ ആൻറ്റിമൈക്രോബിയൽ ഏതാണെന്ന് കണ്ടെത്തുവാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടുത്തെ അപ്പെക്സ് ലാബായ റെഫറൽ ലാബായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് ഇതിൻ്റെ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിൻ്റെ ഒരു സർവൈലൻസ് ലബോറട്ടറി തന്നെയാണ്. അവിടെ ഈ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ്, കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അകിട് വീക്കം വന്നു, അല്ലെങ്കിൽ കോഴികളിലൊരു രോഗം വന്നു, അവയുടെ രക്തമോ അല്ലെങ്കിൽ പാലോ ഒക്കെ പരിശോധിച്ച് അത് ഏത് രോഗാണു കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിന് കൃത്യമായി ഏത് ആൻറ്റിബയോട്ടിക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനുമുള്ള ടെസ്റ്റാണ് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്. അത് ചെയ്യാനുള്ള സംവിധാനം ഈ സിയാഡിലുണ്ട്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തന്നെ റീജിയണൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറികൾ തിരുവല്ലയിലുണ്ട്, പാലക്കാടുണ്ട്, കണ്ണൂരുണ്ട്. വിവിധ മേഖലകളിൽ നമുക്ക് ലാബുണ്ട്. അവിടെയെല്ലാം തന്നെ ഈ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്ങിനുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ സിയാഡിലെ ഈ രോഗാണുക്കളിൽ ഉണ്ടാകുന്ന AMRൻ്റെ ജീനുകൾ, പ്രത്യേക ജീനുകളാണ് ഈ AMRന് കാരണമാകുന്നത്. ആ ജീനുകൾ സാധാരണയായി കണ്ടുവരുന്ന, നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ജീനുകളുടെ നിർണ്ണയത്തിനുള്ള PCR സൗകര്യവും ലഭ്യമാണ്. താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ചത് നിശബ്ദ മഹാമാരിയാണ് ഈ AMR എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് എങ്ങനെ നേരിടാൻ സാധിക്കും? ഒരു മെസ്സേജായിട്ട് മാഡം എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊരു മഹാമാരി ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ ബോഡികൾ, അതായത് നമ്മുടെ ലോകമൃഗാരോഗ്യ സംഘടന, ലോകാരോഗ്യ സംഘടന, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റൽ പ്രോഗ്രാം, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഉണ്ട്. അത് 2015 ഈ ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ വരുന്നത്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് നമുക്ക് ദേശീയ തലത്തിലൊരു നാഷണൽ ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ 2018 ഇവിടെ കേരള ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയും വന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ ഒരു പ്രവർത്തനമാണ്. കാരണം ഇത് മനുഷ്യരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, മൃഗങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, പരിസ്ഥിതിയെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അത് വിവിധ വകുപ്പുകൾ, മൃഗസംരക്ഷണ വകുപ്പാണെങ്കിലും ആരോഗ്യ വകുപ്പാണെങ്കിലും ഫിഷറീസ്, അതുപോലെ ഡ്രഗ് കൺട്രോളർ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഏകോപിതമായ ഒരു പ്രവർത്തനം ഉണ്ടായാലേ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് ഈ രോഗാണുക്കൾ അവയ്ക്കെതിരെ പ്രതിരോധം ആർജിക്കുന്ന അതേ വേഗതയിൽ നമുക്ക് പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ പുതിയ ആൻറ്റിബയോട്ടിക്കുകളുടെ ക്ലാസ്സുകളൊന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പറയും ആൻറ്റിബയോട്ടിക്കിൻ്റെ പൈപ്പ് ലൈൻ ഈസ് ഡ്രൈ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അമൂല്യ സമ്പത്താണ്. അപ്പോൾ കർഷകരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും കൃത്യമായി സൂക്ഷിച്ചുപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഡോക്ടർ അപർണ, ഡോക്ടർ ഷാരിപ്രഭ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസും എന്തുവാണ്, എങ്ങനെയാണ് നമ്മുടെ കർഷകർ ഈ ഒരു വലിയൊരു പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി അവരുടെ സഹകരണം തരേണ്ടത്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ വിശദീകരിച്ച് തന്ന് വളരെ നന്ദി.